സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ കണ്ണ് എന്ന ടോപ്പിക്കിൽ നിന്നും തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പരീക്ഷകൾക്ക് കൂടുതലും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുവാൻ ചാൻസ് ഉള്ളത് ഇതുപോലെ PSC ബുള്ളറ്റിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദൃഷ്ടിപടലത്തിൽ കാഴ്ച സാധ്യമാകുന്ന ഭാഗം പീതബിന്ദുവാണ്. എവിടെയാണ്? ദൃഷ്ടിപടലത്തിൽ കാഴ്ച സാധ്യമാകുന്ന ഭാഗമാണ് പീതബിന്ദു. റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന നാഡീകോശങ്ങൾ ആരംഭിക്കുന്ന ഭാഗം അന്ധബിന്ദു അഥവാ ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നുമാണ്. റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയിലാണ്. റെറ്റിനയിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന നാഡീകോശങ്ങൾ ആരംഭിക്കുന്ന ഭാഗം അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം. കാഴ്ച എവിടെയാണ്? സെറിബ്രത്തിലാണ്. സെറിബ്രം. റെറ്റീനയിൽ നിന്ന് തലച്ചോറിലേക്ക് ദൃശ്യവിവരങ്ങൾ കൈമാറുന്ന നാഡി എവിടെ നിന്നുമാണ്? റെറ്റീനയിൽ നിന്ന് തലച്ചോറിലേക്ക് ദൃശ്യ വിവരങ്ങൾ കൈമാറുന്ന നാഡിയാണ് ഒപ്റ്റിക് നാഡി അഥവാ ക്രേനിയൻ നാഡി 2 അല്ലെങ്കിൽ CN2 എന്നെല്ലാം പറയുന്നത് ഒപ്റ്റിക് നാഡിയാണ്. ക്രേനിയൽ നാഡി 2 CN2 എന്നത് ഒപ്റ്റിക് നെർവ്. ഒരു വ്യക്തിയെ പൂർണ്ണമായും വ്യക്തമായും കാണുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനേക്ക് പൂർണ്ണമായും വ്യക്തമായും കാണുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ അകലം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. കണ്ണിന്റെ മുൻഭാഗമായ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറ. കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസ് അറ. അക്വസ് അറ. അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. അക്വസ് ദ്രവം ഉണ്ടാകുന്നത് രക്തത്തിൽ നിന്നുമാണ്. അക്വസ് ദ്രവം ഉണ്ടാകുന്നത് രക്തത്തിൽ നിന്നുമാണ്. കണ്ണിന് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും ലഭിക്കുന്നതിന് സഹായിക്കുന്ന ദ്രവം അക്വസ് ദ്രവമാണ്. അപ്പൊ കണ്ണിന് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും ലഭിക്കുന്നത് എവിടെ നിന്നുമാണ്? അക്വസ് ദ്രവത്തിൽ നിന്നുമാണ്. കണ്ണിലെ ലെൻസിനും റെറ്റീനയ്ക്കും ഇടയിലുള്ള അറയാണ് വിട്രിയസ് അറ. വിട്രിയസ് അറ എന്നത് കണ്ണിലെ ലെൻസിനും റെറ്റീനയ്ക്കും ഇടയിലുള്ള അറയാണ്. വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. നേത്രഗോളത്തിനും കണ്ണിനും ആകൃതി നൽകുന്നതിന് സഹായിക്കുന്നത് ഈ വിട്രിയസ് ദ്രവമാണ്. നേത്രഗോളത്തിനും കണ്ണിനും ആകൃതി നൽകുന്നതിന് സഹായിക്കുന്നത് വിട്രിയസ് ദ്രവം. നമ്മൾ നേരത്തെ പഠിച്ചത് ഏതാണ്? അക്വസ് ദ്രവമാണ്. അതാണ് കണ്ണിന് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും ലഭിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ വിട്രിയസ് ദ്രവമാണ് നേത്രഗോളത്തിനും കണ്ണിനും ആകൃതി നൽകുന്നതിന് സഹായിക്കുന്ന ദ്രവം. ഇനി നേത്രഗോളത്തിന്റെ ഏകദേശം ഭാരം എത്രയാണ്? 7 ഗ്രാം ആണ്. 7 ഗ്രാം. നേത്രഗോളത്തിന്റെ ഏകദേശ ഭാരം എന്ന് പറയുന്നത് 7 ഗ്രാം ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കപ്പെട്ട അവയവം കണ്ണാണ്. അടുത്ത ചോദ്യം, പകൽ സമയത്ത് മൂങ്ങയ്ക്ക് കാഴ്ച ഇല്ലാത്തതിന് കാരണം എന്താണ്? റെറ്റീനയിലെ കോൺ കോശങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പകൽ സമയത്ത് മൂങ്ങയ്ക്ക് കാഴ്ച ഇല്ലാത്തത്. റെറ്റീനയിലെ ഏത് കോശങ്ങളാണ് ഇല്ലാത്തത്? കോൺ കോശങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഗർഭസ്ഥ ശിശുവിൽ കണ്ണ് രൂപപ്പെടുന്നത് എപ്പോഴാണ്? 2 ആഴ്ച പ്രായമാകുമ്പോഴാണ്. 2 ആഴ്ച പ്രായമാകുമ്പോഴാണ് ഗർഭസ്ഥ ശിശുവിലെ കണ്ണ് രൂപപ്പെടുന്നത്. ഗർഭസ്ഥ ശിശുവിൽ കണ്ണുനീർ ഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുന്നത് 6 മുതൽ 8 ആഴ്ച പ്രായമാകുമ്പോഴാണ്. കണ്ണുനീർ ഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുന്നത്. കണ്ണ് രൂപപ്പെടുന്നത് 2 ആഴ്ച പ്രായമാകുമ്പോൾ, കണ്ണുനീർ ഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുന്നത് 6 മുതൽ 8 ആഴ്ച പ്രായമാകുമ്പോഴാണ്. കണ്ണുനീരിൽ കാണപ്പെടുന്ന എൻസൈം ഏതാണ്? ലൈസോസൈം ആണ്. ലൈസോസൈം. കണ്ണുനീരിൽ കാണപ്പെടുന്ന എൻസൈം ഏതാണ്? ലൈസോസൈം.
ബാക്ടീരിയ രോഗങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്ന എൻസൈമാണ് ലൈസോസൈം. ബാക്ടീരിയ രോഗങ്ങളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്ന എൻസൈം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലൈസോസൈം ആണ്. അടുത്തത്, കണ്ണിലെ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം, മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടോണോമീറ്റർ. ടോണോമീറ്റർ. കണ്ണിലെ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ടോണോമീറ്റർ ആണ് കണ്ണിലെ മർദ്ദം അളക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം. കണ്ണിൽ വെക്കുന്ന ലെൻസിന്റെ പവർ അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഫോസിമീറ്റർ. ഫോസിമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കണ്ണിൽ വെക്കുന്ന ലെൻസിന്റെ പവർ അളക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോസിമീറ്റർ. ഫോസിമീറ്റർ. മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്നത്, കണ്ണിലെ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്നത് ടോണോമീറ്റർ. കണ്ണിൽ വെക്കുന്ന ലെൻസിന്റെ പവർ അളക്കാൻ ഉപയോഗിക്കുന്നത് ഫോസിമീറ്റർ. രാത്രി കാലങ്ങളിൽ പട്ടികളുടെ കണ്ണ് തിളങ്ങുന്നതിന് കാരണം എന്താണ്? ടപ്പേറ്റം ലൂസിഡം എന്ന ആവരണമാണ്. ടപ്പേറ്റം ലൂസിഡം എന്ന ആവരണമാണ് രാത്രി കാലങ്ങളിൽ പട്ടികളുടെ കണ്ണ് തിളങ്ങുന്നതിന് കാരണം. കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? ചെറുതും തല കീഴായതുമായിരിക്കും. പ്രത്യേകം നോട്ട് ചെയ്യുക. കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ചെറുതുമായിരിക്കും, തല കീഴായതുമായിരിക്കും. ഒരു വസ്തുവിനെ 2 കണ്ണുകൾ ഉപയോഗിച്ച് ഒരേ സമയം കാണുന്നതാണ് ബൈനോക്കുലാർ വിഷൻ. ബൈനോക്കുലാർ വിഷൻ എന്താണ്? ഒരു വസ്തുവിനെ 2 കണ്ണുകൾ ഉപയോഗിച്ച് ഒരേ സമയം കാണുന്നതാണ് ബൈനോക്കുലാർ വിഷൻ. 2 കണ്ണുകളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വസ്തുക്കളുടെ അകലം, ആഴം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ലഭിക്കുന്നതിനെ പറയുന്നത് സ്റ്റീരിയോപ്സിസ് എന്നാണ്. സ്റ്റീരിയോപ്സിസ് എന്താണ്? 2 കണ്ണുകളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വസ്തുക്കളുടെ അകലം, ആഴം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ലഭിക്കുന്നതിനെ പറയുന്നതാണ് സ്റ്റീരിയോപ്സിസ് എന്ന്. സ്റ്റീരിയോപ്സിസ്. അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നതും അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്തതുമായ കണ്ണിന്റെ അവസ്ഥയാണ് ദീർഘദൃഷ്ടി. ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്നെല്ലാം അറിയപ്പെടുന്ന ദീർഘദൃഷ്ടി എന്താണ്? അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയും, എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥയാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ എന്നൊക്കെ അറിയപ്പെടുന്നത്. നേത്രഗോളത്തിന് നീളം കുറഞ്ഞു പോകുന്നത് കൊണ്ട് വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയുടെ പുറകിൽ രൂപപ്പെടുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ദീർഘദൃഷ്ടി. എന്താണ്? നേത്രഗോളത്തിന് നീളം കുറഞ്ഞു പോകുന്നത് കൊണ്ട് വസ്തുവിന്റെ പ്രതിബിംബം റെറ്റിനയുടെ പുറകിൽ രൂപപ്പെടുന്നു. വസ്തുക്കളുടെ പ്രതിബിംബം എവിടെയാണ് രൂപപ്പെടുന്നത്? റെറ്റിനയുടെ പുറകിൽ രൂപപ്പെടുന്നു. ഏതാണ്? ദീർഘദൃഷ്ടിയിലെ പ്രതിബിംബം റെറ്റിനയുടെ പുറകിൽ രൂപപ്പെടുന്നു. കാരണം എന്താണ്? നേത്രഗോളത്തിന് നീളം കുറഞ്ഞു പോകുന്നത് കൊണ്ട്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ സംവ്രജന ലെൻസ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അടുത്തത് ഹ്രസ്വദൃഷ്ടിയാണ് പറയുന്നത്. അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയും, എന്നാൽ അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയില്ല. ഹ്രസ്വദൃഷ്ടി മയോപ്പിയ അല്ലെങ്കിൽ ഹൈപ്പോമെട്രോപ്പിയ എന്നെല്ലാം അറിയപ്പെടുന്നത് ഹ്രസ്വദൃഷ്ടിയാണ്. അടുത്തുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കും, എന്നാൽ അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ. നേത്രഗോളത്തിന്റെ നീളം സാധാരണഗതിയിൽ നിന്ന് കൂടുന്നു. വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയുടെ മുന്നിൽ പതിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. നേത്രഗോളത്തിന്റെ നീളം കൂടുന്നത് മൂലം വസ്തുക്കളുടെ പ്രതിബിംബം എവിടെ പതിക്കുന്നു? റെറ്റിനയുടെ മുന്നിൽ പതിക്കുന്നു. ഇതാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്. ദീർഘദൃഷ്ടി കോൺവെക്സ് ലെൻസാണ്, ഹ്രസ്വദൃഷ്ടി കോൺകേവ് ലെൻസാണ്. കോർണിയയുടെയോ ലെൻസിന്റെയോ വക്രതയിലുണ്ടാകുന്ന വ്യത്യാസം മൂലം ഒരു വസ്തുവിന്റെ കൃത്യമല്ലാത്തതും പൂർണ്ണമല്ലാത്തതുമായ പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെടുന്ന കണ്ണിന്റെ രോഗാവസ്ഥയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. വിഷമദൃഷ്ടിക്ക് കാരണമാകുന്നത് എന്താണ്? കോർണിയയുടെയോ അല്ലെങ്കിൽ ലെൻസിന്റെയോ
വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം. ഒരു വസ്തുവിന്റെ കൃത്യമല്ലാത്തതും പൂർണ്ണമല്ലാത്തതുമായ പ്രതിബിംബം റെറ്റീനയിൽ രൂപപ്പെടുന്ന കണ്ണിന്റെ രോഗാവസ്ഥയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ ലെൻസ് ആണ്. അസ്റ്റിഗ്മാറ്റിസം എന്നത് എന്താണ്? വിഷമദൃഷ്ടിയാണ്. വിഷമദൃഷ്ടി പരിഹരിക്കാൻ അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ടറിക്കൽ ലെൻസ്. അടുത്തത് നിറങ്ങളെ വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയാത്ത കണ്ണിന്റെ രോഗാവസ്ഥ. നിറങ്ങളെ വ്യക്തമായിട്ട് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. ഏതാണ്? വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് ആണ്. വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്. ഡാൽട്ടണിസം എന്നറിയപ്പെടുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്ധത. ഈ വർണ്ണാന്ധതയാണ് ഡാൽട്ടണിസം എന്ന് അറിയപ്പെടുന്നത്. ഡാൽട്ടണിസം, വർണ്ണാന്ധത. വർണ്ണാന്ധതയെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. വർണ്ണാന്ധതയെക്കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ ഡാൾട്ടൺ. കോൺ കോശങ്ങളിലുള്ള 2-3 പിഗ്മെന്റുകൾ ചുവപ്പ്, നീല, പച്ച ഇല്ലാതാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണാന്ധതയാണ് മോണോക്രോമസി. മോണോക്രോമസി എന്താണ്? കോൺ കോശങ്ങളിലുള്ള 2-3 പിഗ്മെന്റുകൾ ചുവപ്പ്, നീല, പച്ച ഇല്ലാതാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണാന്ധതയാണ് മോണോക്രോമസി എന്നത്. അടുത്ത ചോദ്യം, കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന പിഗ്മെന്റുകളിൽ ഒന്ന് മാത്രം ഇല്ലാതാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണാന്ധതയാണ് ഡൈക്രോമസി എന്നത്. അപ്പം മോണോക്രോമസി, ഡൈക്രോമസി. അടുത്തത്, കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന ചുവപ്പ്, നീല, പച്ച എന്നീ പിഗ്മെന്റുകളെല്ലാം ഉത്തേജിക്കപ്പെടുമ്പോൾ വസ്തു വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. ചുവപ്പ്, നീല, പച്ച എന്നീ പിഗ്മെന്റുകളെല്ലാം ഉത്തേജിക്കപ്പെടുമ്പോൾ വസ്തു വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. കോൺ കോശങ്ങളിൽ കാണപ്പെടുന്ന ചുവപ്പ്, നീല, പച്ച എന്നീ പിഗ്മെന്റുകളെല്ലാം തന്നെ ഉത്തേജിക്കപ്പെടുന്നില്ല എങ്കിൽ വസ്തു കറുത്ത നിറത്തിൽ കാണപ്പെടുന്നു. ചുവപ്പ്, നീല, പച്ച എന്നീ പിഗ്മെന്റുകൾ ഒന്നും തന്നെ ഉത്തേജിക്കപ്പെടുന്നില്ല എങ്കിൽ വസ്തു കറുത്ത നിറത്തിൽ കാണപ്പെടുന്നു. വർണ്ണാന്ധത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റ് എന്തിനാണ്? വർണ്ണാന്ധത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഇഷിഹാര ടെസ്റ്റ്. ജീവകമേയുടെ അഭാവം മൂലം രാത്രി കാലങ്ങളിൽ വ്യക്തമായ കാഴ്ച ഇല്ലാതാകുന്ന കണ്ണിന്റെ രോഗാവസ്ഥയാണ് നിശാന്ധത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. നിശാന്തത ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ്? വൈറ്റമിൻ എയുടെ അഭാവം മൂലം നിശാന്തതയുണ്ടാകുന്നു. രാത്രി കാലങ്ങളിൽ വ്യക്തമായ കാഴ്ചയില്ലാതെയാകുന്ന കണ്ണിന്റെ രോഗാവസ്ഥയാണ് നിശാന്തത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. നേത്രഗോളത്തിലെ മർദ്ദം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന നേത്രരോഗമാണ് ഗ്ലോക്കോമ എന്നത്. ഗ്ലോക്കോമ, നേത്രഗോളത്തിലെ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന നേത്രരോഗമാണ് ഗ്ലോക്കോമ. നിശബ്ദ കാഴ്ച അപഹാരൻ, സൈലന്റ് തീഫ് ഓഫ് വിഷൻ എന്നറിയപ്പെടുന്ന രോഗം ഗ്ലോക്കോമയാണ്. നിശബ്ദ കാഴ്ച അപഹാരൻ അല്ലെങ്കിൽ സൈലന്റ് തീഫ് ഓഫ് വിഷൻ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഗ്ലോക്കോമയാണ്. ദീപങ്ങൾക്ക് ചുറ്റും വലയങ്ങൾ രൂപപ്പെടുന്നത് പോലെ തോന്നപ്പെടുന്ന രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. ദീപങ്ങൾക്ക് ചുറ്റും വലയങ്ങൾ രൂപപ്പെടുന്നത് പോലെ തോന്നപ്പെടുന്ന രോഗാവസ്ഥയാണ് ഗ്ലോക്കോമ. പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് തിമിരം. തിമിരം എന്താണ്? പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് തിമിരം. ലോകത്തിൽ ആദ്യമായിട്ട് തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുത മഹർഷി. തിമിരം നീക്കം ചെയ്ത ആദ്യത്തെ ആധുനിക യൂറോപ്യൻ നേത്ര വിദഗ്ധൻ ആര്? ജാക്കോസ് ഡേവിയൻ ആണ്. 1748 ഫ്രഞ്ച് നേത്ര വിദഗ്ധൻ ജാക്കോസ് ഡേവിയൻ
തിമിരം നീക്കം ചെയ്ത ആദ്യത്തെ ആധുനിക യൂറോപ്യൻ നേത്ര വിദഗ്ധൻ. സുശ്രുത മഹർഷി രചിച്ച ആയുർവേദ ഗ്രന്ഥമാണ് സുശ്രുത സംഹിതം. നേത്രാവരണത്തിന് അല്ലെങ്കിൽ കൺജക്റ്റീവയ്ക്ക് ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജക്റ്റിവിറ്റീസ് എന്നറിയപ്പെടുന്നത്. നേത്രാവരണത്തിന് ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ചെങ്കണ്ണ്. പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം, പിങ്ക് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. പിങ്ക് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. പ്രായം കൂടുന്നതിന് അനുസരിച്ച് കണ്ണിലെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്പിയ എന്നത്. പ്രായം കൂടുന്നതിനനുസരിച്ച് കണ്ണിലെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന രോഗാവസ്ഥയാണ് വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപ്പിയ എന്നത്. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി മാറുന്ന രോഗാവസ്ഥ. കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി മാറുന്ന രോഗാവസ്ഥയാണ് മാലക്കണ്ണ് എന്നത്. മാലക്കണ്ണ്. സെറോഫ്താൽമിയ. സിറോഫ്താൽമിയ, മാലക്കണ്ണ് അഥവാ സിറോഫ്താൽമിയ. അമിതമായ ചർമ്മമോ സബ്ക്യൂട്ടനസ് കൊഴുപ്പോ നീക്കം ചെയ്യുന്നതിനുള്ള കൺപോളകളുടെ പ്ലാസ്റ്റിക് സർജറിയാണ് ബ്ലെഫറോപ്ലാസ്റ്റി. ബ്ലെഫറോപ്ലാസ്റ്റി എന്നത് കൺപോളകളുടെ പ്ലാസ്റ്റിക് സർജറിയാണ്. ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം എന്നിങ്ങനെ കണ്ണിനെ ബാധിക്കുന്ന റിഫ്രാക്റ്റീവ് പിശകുകൾ മാറ്റുന്നതിനുള്ള നൂതന മാർഗമാണ് ലാസ്റ്റിക് സർജറി. ലാസ്റ്റിക് സർജറി. ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം എന്നിങ്ങനെ കണ്ണിനെ ബാധിക്കുന്ന റിഫ്രാക്റ്റീവ് പിശകുകൾ മാറ്റുന്നതിനുള്ള നൂതന മാർഗമാണ് ലാസ്റ്റിക് സർജറി. ഇത്രയും ചോദ്യങ്ങളാണ് PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വയ്ക്കുക. റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആവും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്